ഇടുക്കി ജില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്ന മേഖലകളിൽ ഒന്നായി മാറുകയാണ്. 2021 LDF 4ഉം UDF 1ഉം സീറ്റുകൾ നേടിയ ജില്ലയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സമവാക്യങ്ങൾ തിരുത്തുന്ന ശക്തമായ സൂചനകളാണ് നൽകുന്നത്. ഇടുക്കിയിലെ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ലീഡ് നേടിയത് 2026ലേക്കുള്ള രാഷ്ട്രീയ പ്രവാഹം മാറുന്നുവെന്നുള്ള സന്ദേശമാണ്. എന്നാൽ ഇടുക്കിയിൽ ചരിത്രപരമായി വ്യക്തിപരമായ സ്വാധീനവും ഭൂമിശാസ്ത്ര സാമൂഹിക ഘടകങ്ങളും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ ലീഡ് നിയമസഭയിലേക്ക് എത്രമാത്രം മാറ്റപ്പെടുമെന്നുള്ളത് പ്രധാന ചോദ്യമാണ്. ദേവികുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ 2021 ദേവികുളത്ത് D രാജ LDFന് വേണ്ടി 7848 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ 12437 വോട്ടിൻ്റെ ലീഡ് UDF നേടിയിരുന്നു. അത് രാഷ്ട്രീയ ഭൂപടം മാറുന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. തോട്ടം മേഖലകളിലും പട്ടികവർഗ മേഖലകളിലും LDFൻ്റെ പിടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ മധ്യവർഗ വോട്ടുകൾ UDFലേക്ക് ചായുന്ന പ്രവണത ലോക്സഭാ ഫലത്തിൽ വ്യക്തമാണ്. 2026 ഈ ലീഡ് നിയമസഭയിലേക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞാൽ ദേവികുളം LDFന് എളുപ്പമല്ലാത്ത പോരാട്ടമാകും. ദേവികുളം LDF 2000 മുതൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതാണ് സാധ്യതകളുള്ളത്. ഇനി ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരം നിലവിൽ ഉയരുന്നുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ 2021 റോഷി അഗസ്റ്റിൻ 5700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDFന് വേണ്ടി അവിടെ വിജയം നേടിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10595 വോട്ടിൻ്റെ ലീഡ് UDFന് നേടാൻ സാധിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ആ ലീഡ്. കർഷക പ്രശ്നങ്ങൾ, വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, വികസന വിഷയങ്ങളിലെ അഭിപ്രായ ഭിന്നതകൾ എന്നിവ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പ്രതിഫലിച്ചിരുന്നു. 2026 ഈ അതൃപ്തി നിലനിൽക്കുകയാണെങ്കിൽ ഇടുക്കി മണ്ഡലം LDFന് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ്റെ ഭരണപരിചയം വോട്ടർമാരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകം. എന്നിരുന്നാലും ചെറിയ വോട്ടുകൾക്ക് മണ്ഡലം UDF പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പീരുമേട് മണ്ഡലത്തിൽ നേരിയ വിജയം മാത്രമാണ് LDFനുള്ളൂ. 2021 വാഴൂർ സോമൻ 1838 വോട്ടിൻ്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDFന് വേണ്ടി അവിടെ വിജയിക്കുവാൻ സാധിച്ചത്. ഇത് തന്നെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14641 വോട്ടിൻ്റെ ലീഡ് UDFനുണ്ടായിരുന്നു. ഇവിടെ ശക്തമായ മാറ്റം സംഭവിച്ചു എന്നത് വ്യക്തമാക്കുന്നതാണ് ആ ലീഡ്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, ടൂറിസം മേഖലയിലെ ആശങ്കകൾ, അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ എന്നിവ ലോക്സഭാ ഫലത്തിൽ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ 2026 പീരുമേട് ഇടുക്കിയിൽ UDFന് ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഒന്നായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതാണ്ട് 3000 മുതൽ 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊടുപുഴയിലേക്ക് വന്നാൽ UDFന് ഉറച്ച കോട്ട. PJ ജോസഫിൻ്റെ സാമ്രാജ്യം. തൊടുപുഴയിൽ 2021 PJ ജോസഫിലൂടെ 20,000-ലധികം വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിലാണ് UDF അവിടെ വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാൽ അതിൽ ശക്തമായൊരു ലീഡ് നേടാൻ UDFന് സാധിച്ചിരുന്നു. 33,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ UDF നേടി. ക്രൈസ്തവ മധ്യവർഗ വോട്ടുകളുടെ ഏകീകരണം, വികസന രാഷ്ട്രീയത്തോടുള്ള അനുകൂല സമീപനം, PJ ജോസഫിൻ്റെ വ്യക്തിപരമായ വിശ്വാസ്യത ഇവയെല്ലാം ഇവിടെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ UDFൻ്റെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഏതാണ്ട് 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം UDF ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം, അവിടെ 2021 MM മണിയിലൂടെ 38,000-ലധികം വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയം നേടിയതാണ്. ഇത് ജില്ലയിലെ ഏറ്റവും ശക്തമായ LDFൻ്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ച് 6760 വോട്ടിൻ്റെ ലീഡ് UDFന് നേടാൻ സാധിച്ചത് രാഷ്ട്രീയമായി അവഗണിക്കപ്പെടാത്ത മുന്നറിയിപ്പാണ്. തോട്ടം മേഖലയിലെ അസന്തോഷവും ഭരണവിരുദ്ധ വികാരവും ലോക്സഭാ ഫലത്തിൽ പ്രതിഫലിച്ചെങ്കിലും MM മണിയുടെ വ്യക്തിപരമായ സ്വാധീനം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിർണായകമാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ LDF തന്നെ വിജയിക്കുവാനാണ് സാധ്യതയുള്ളത്. 12,000 മുതൽ 16,000 വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ LDFന് ഉണ്ടാകുമെന്നതാണ് സൂചനകൾ. അങ്ങനെ ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സാധ്യതകൾ നോക്കിയാൽ 2026 ഇടുക്കിയിൽ UDFന് മുന്നേറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. 5-ൽ 3 സീറ്റുകൾ UDF നേടിയേക്കും.
ഇടുക്കിയും പീരുമേടും തൊടുപുഴയും UDFിനൊപ്പം നിൽക്കുമ്പോൾ ദേവികുളവും ഉടുമ്പൻചോലയും LDF നിലനിർത്തുമെന്നതാണ് സൂചനകളുള്ളത്. 2026 ഇടുക്കി ജില്ല LDFിൻ്റെ കോട്ടയല്ല, UDFിൻ്റെ പ്രതീക്ഷയുടെ കേന്ദ്രം എന്ന നിലയിലേക്ക് മാറുന്ന ചിത്രം തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്.